ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും പിന്നെ അങ്ങനെ എൻവയൺമെൻറ്റ് പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് ഘടകങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ ക്യാൻസറിൻ്റെ കോശങ്ങളെ അപഗ്രഥിച്ചിട്ട് അതിലുള്ള മോളിക്കുലർ ചേഞ്ചസ് പഠിച്ച് ആ ചേഞ്ചസിനെ ടാർഗറ്റ് ചെയ്യുന്ന മരുന്നുകളാണ് ഇപ്പോൾ കൂടുതലായിട്ടും വിപണിയിലുള്ളത്. സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ വിൽ ബി എ ഗ്രേറ്റ് ആസെറ്റ് നമ്മുടെ ഒരു സംസ്ഥാനത്തിന്. ഒരു രോഗത്തിന് ഇന്ന ചികിത്സ വേണം, അതിന് ഇന്ന പാർശ്വഫലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്ര എന്ന് പറയുമ്പോൾ അവർക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മരുന്നുകളുടെ 10% ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ വെറും 3% മാത്രമുള്ള കേരളത്തിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ ആരോഗ്യത്തിന് എന്താ സംഭവിക്കുന്നത്? കാരണം ഈ പറയുന്ന മരുന്നുകളുടെ 10% ഈ കുഞ്ഞു സംസ്ഥാനത്തിലെ ഇത്രയും കുഞ്ഞു പോപ്പുലേഷൻ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യശീലങ്ങളിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ലേ? അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, അതെന്താണ് അങ്ങനെ ഒരു ഡിസ്പാരിറ്റി വരുന്നതെന്ന്. ഒരുപക്ഷെ നമ്മൾക്ക് പെട്ടെന്ന് അസുഖം വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാനൊരു ടെൻഡൻസി ഉള്ളതുകൊണ്ടാണോ, അത് നമുക്ക് കൂടുതൽ വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനും അവയർനെസ്സും ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ചികിത്സ നേടുന്നതുകൊണ്ടാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്കറിയേണ്ടത് ഇൻസിഡൻസ് ആണ്. നമ്മൾ ക്യാൻസർ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളുടെ ഇൻസിഡൻസ് ഇവിടെയാണോ മറ്റു സംസ്ഥാനങ്ങളിലാണോ കൂടുതൽ എന്നുള്ളൊരു താരതമ്യമാണ് നമ്മൾക്ക് വേണ്ടത്. ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഇവിടെ കൂടുതലാണ് മറ്റ് പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച്. അതിന് പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരുപക്ഷെ ഡയഗ്നോസിസ് ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതൽ ഡയഗ്നോസ് ചെയ്യുന്നു, ബിക്കോസ് ഡയഗ്നോസ് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് രോഗികൾ പോകുന്നു എന്നുള്ളത് ഒരു കാരണമായിരിക്കും. കൂടാതെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും പിന്നെ അങ്ങനെ എൻവയൺമെൻറ്റ് പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് ഘടകങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ ഒരു സമഗ്രമായ ആരോഗ്യ നയം വേണം. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറുള്ളത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ നയം. നമുക്ക് കൃത്യമായ ഒരു പ്രാഥമിക ആരോഗ്യ നയമില്ല, രോഗപ്രതിരോധ നയമില്ല. അപ്പം നമ്മുടെ 2 പ്രശ്നങ്ങളായി പറയുന്നത്, ഒന്ന് ഒരു വശത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന പണ്ട് ഉണ്ടായിരുന്ന എലിപ്പനി, കോളറ ഇതൊക്കെ തിരിച്ചു വന്നു തുടങ്ങി, മഞ്ഞപ്പിത്തമൊക്കെ തിരിച്ചു വന്നു തുടങ്ങി, ഡെങ്കിപ്പനി ഇതൊക്കെ മൂലം പലരും ഓരോ വർഷവും മരിക്കുന്നു. മറുവശത്ത് മറ്റു തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ഈ 2 ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനെ നേരിടാനായിട്ട് നമ്മുടെ പ്രാഥമിക ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുക, രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുക, അങ്ങനെ ഒരു സമഗ്രമായ ആരോഗ്യ നയം, ഹെൽത്ത് പോളിസി കേരളത്തിന് വേണ്ടേ? തീർച്ചയായിട്ടും. ഒരു ക്യാൻസർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ സ്ക്രീനിങ് അത് കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവന്നാൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താ വെച്ചാൽ നമ്മൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കുറയുകയാണ് അതുകൊണ്ട് ചെയ്യുന്നത്. കാരണം സ്ക്രീനിങ് കൊണ്ട് ഏർലി സ്റ്റേജിൽ ക്യാൻസർ നിർണ്ണയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അത് ക്യൂർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാരിച്ച ചിലവ് വരുന്നില്ല യഥാസമയം ചികിത്സിച്ചാൽ. അപ്പം യഥാസമയമുള്ള ചികിത്സ കൊണ്ട് മൊത്തത്തിലുള്ള ചികിത്സാ ഭാരം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ക്യാൻസർ പ്രിവെൻഷൻ ആൻഡ് ക്യാൻസർ ഡിറ്റക്ഷൻ അതിന് ഫോക്കസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലായിടത്തും എല്ലാ ഹോസ്പിറ്റലുകളിലും ലഭ്യമാക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം. നമ്മളതൊരു മാൻഡേറ്ററി ആക്കുകയാണ് ഒരു തരത്തിൽ വേണ്ടത്. അവിടെയാണെങ്കിൽ നമ്മൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളെ മാമോഗ്രാം ചെയ്യണം. അപ്പോൾ ഓരോ പ്രാവശ്യവും അവരുടെ പ്രൈമറി ഡോക്ടറെ കാണുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ മാമോഗ്രാം ചെയ്തോ, ഇല്ലെങ്കിൽ ചെയ്യണം. അപ്പോൾ നമുക്കാരെയും ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതൊരു പോളിസിയാക്കി മാറ്റി കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്ത് ക്യൂർ ചെയ്താൽ പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ട് മരിക്കുന്നവരുടെ എണ്ണം കുറയും. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെതായിട്ടുള്ള ഗ്രൂപ്പ് ഒരു സർക്കാർ മുൻകൈ എടുത്ത് ഒരു ഡേറ്റാ ബാങ്കും അങ്ങനെ ഒരു ഗ്രൂപ്പിങ്ങും ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ഇൻസ്പിറേഷനലായിട്ടുള്ള മീറ്റിങ്ങുകൾ, കാരണം അവർക്ക് ആരെങ്കിലുമൊക്കെ ഞങ്ങളെപ്പോലെയുള്ളവരുണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ഇപ്പോൾ സ്വകാര്യ ഏജൻസികൾ പലതും ഇങ്ങനെയുള്ള ഐ ക്യാൻ സർവൈവ് എന്നുള്ള രീതിയിലൊക്കെ പലതും വരുന്നുണ്ട്. പക്ഷേ ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ ഒരു മുൻകരുതൽ അതിൽ വേണം. തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പോഴും കൃഷ്ണ പറഞ്ഞാൽ പുതിയ പല സപ്പോർട്ട് ഗ്രൂപ്പുകളുടെയും പേരുകൾ കാണാറുണ്ട്. ക്യാൻ സർവൈവ് എന്നുള്ള ആ ഒരു തീം തന്നെ വെച്ചിട്ട് മാധ്യമങ്ങളും സെലിബ്രിറ്റീസും ഒക്കെ കൂടി ആ ഒരു ക്യാൻസറിനെ ഒരു കുറച്ചുകൂടെ ലൈറ്റർ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സിനിമാ തന്നെ ഇന്നസെൻറ്റിന് ക്യാൻസർ വന്നത് ആക്ച്വലി ലോകമെമ്പാടുമുള്ള മലയാളി ക്യാൻസർ പേഷ്യൻസിന് ഒരു വലിയ ഇൻസ്പിറേഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും തമാശയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്തതും. അതുപോലെ തന്നെയാണ് സിനിമ
മമത മോഹൻദാസും വളരെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. അപ്പോൾ ക്യാൻസറിനെ കുറിച്ച് വിളിച്ചു പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. അവർ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് പോലും എല്ലാവരോടും ചിരിച്ച് അവരുടെ ജീവിതം നോർമലായിട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നു. അത് ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റുന്ന സെലിബ്രിറ്റികളെയോ അല്ലാത്തവരെയോ കണ്ടെത്തിയിട്ട് അവരെ ഇങ്ങനെയുള്ള സംഘടനകളെ ചുമതല ഏൽപ്പിക്കുകയാണെങ്കിൽ അത് പക്ഷേ അതൊരു 1-2 ഐസൊലേറ്റഡ് ഗ്രൂപ്പായതുകൊണ്ട് കാര്യമില്ല. അതൊരു പ്രോഗ്രാമായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സയുടെ കാര്യത്തിൽ പലപ്പോഴും ആൾക്കാർ കമ്പയർ ചെയ്യാറുണ്ട്. അതായത് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ വേറൊരു ഡോക്ടറിനോട് ചോദിക്കണോ ഇത് തന്നെയാണോ എനിക്ക് ലഭിക്കേണ്ട ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും പുതിയ ട്രീറ്റ്മെൻറ്റ് ഏതാണ്? അതിനൊരു ഏകോപിത സ്വഭാവമുണ്ടോ ഈ ട്രീറ്റ്മെൻറ്റിൽ? ഓരോ ക്യാൻസറിനും ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ മുൻപ് ഒരു 1980s ഉള്ള ചികിത്സയല്ല ഇപ്പോൾ. ഞാൻ 92 ഓങ്കോളജി ഫീൽഡിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഏതാണ്ട് വിരലിൽ എണ്ണാവുന്ന അത്രയും കീമോതെറാപ്പി മെഡിസിൻസ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആണെങ്കിൽ ഓരോ വർഷവും 100 കണക്കിന് മരുന്നുകളാണ് അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അന്നൊക്കെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് മിക്കവാറും എല്ലാ ക്യാൻസറുകൾക്കും കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഈ ക്യാൻസറിൻ്റെ കോശങ്ങളെ അപഗ്രഥിച്ചിട്ട് അതിലുള്ള മോളിക്കുലർ ചേഞ്ചസ് പഠിച്ച് ആ ചേഞ്ചസിനെ ടാർഗറ്റ് ചെയ്യുന്ന മരുന്നുകളാണ് ഇപ്പോൾ കൂടുതലായിട്ടും വിപണിയിലുള്ളത്. ടാർഗറ്റഡ് തെറാപ്പി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു തരം ലുക്കീമിയ, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ, അതിൽ ഫിലഡൽഫിയ ക്രോമസോം, ആ ഫിലഡൽഫിയ ക്രോമസോമാണ് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഞാൻ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് 80s 90s CML ഉള്ള ആളുകൾക്ക് ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മാത്രമേ അവർക്കൊരു ക്യൂറിനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു 25% ആളുകൾക്കേ ഉള്ളൂ. അതിൽ തന്നെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അത് സർവൈവ് ചെയ്യില്ല. കാരണം അന്ന് അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിരുന്നു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. കഴിഞ്ഞ ഒരു 20-30 വർഷം മുമ്പ് ഒരു മരുന്ന് ഇമാറ്റിനിബ് എന്ന് പറയുന്ന മരുന്ന് ഈ ഫിലഡൽഫിയ ക്രോമസോമിനെ ടാർഗറ്റ് ചെയ്യുന്ന കണ്ടുപിടിച്ചപ്പോൾ ആ ഇമാറ്റിനിബ് എന്ന മരുന്ന് അതൊരു ടാബ്ലറ്റ് ഫോമിലാണ്. അത് ഈ ലുക്കീമിയ സെൽസിലെ ഫിലഡൽഫിയ ക്രോമസോമിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ ക്രോമസോമിൻ്റെ മ്യൂട്ടേഷൻസ് അതിൻ്റെ വളർച്ച, ആ സെല്ലുകളുടെ വളർച്ച ഇല്ലാതാക്കി. അപ്പോൾ ഇപ്പം CMLൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ ഒരു ടാബ്ലറ്റ് ഒരു ദിവസം അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡോസ് കഴിച്ചാൽ ഒരു 90% ആളുകളിലും CML കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. സോ ടാർഗറ്റഡ് തെറാപ്പിയുടെ ഒരു വലിയ എക്സാമ്പിളാണത്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനകത്തും പല ടാർഗറ്റ്സ് ഉണ്ട്. നമ്മൾ ഈ ക്യാൻസർ സെല്ലുകളുടെ പുറത്തുള്ള മാർക്കേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന പുതിയ മരുന്നുകൾ ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുൻപ് നമ്മൾ ക്യൂർ ആവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ 1-2 വർഷം മാത്രം ജീവിക്കുന്നവരിപ്പോൾ 8, 10, 12 വർഷങ്ങളൊക്കെ ഈ മരുന്നുകൾ എടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ടാർഗറ്റഡ് തെറാപ്പിയാണ് ഈ ക്യാൻസർ ചികിത്സയിലെ പുതിയ കണ്ടുപിടുത്തം. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഇമ്മ്യൂണോതെറാപ്പി. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അത് ക്യാൻസർ സെല്ലുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ടൈപ്പാണ്. ഇമ്മ്യൂണോതെറാപ്പി പല ക്യാൻസറുകൾക്ക് ഉപയോഗിക്കാറുണ്ട്. ലങ് ക്യാൻസർ, അങ്ങനെ പല ക്യാൻസറുകളിലും ഇമ്മ്യൂണോതെറാപ്പി ഉപയോഗിച്ചിട്ട് നല്ല ഫലം കാണുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിന് റിസർച്ച് ഈസ് ഓൺ ഗോയിങ് ഓൺ ദോസ് ഏരിയാസ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും പൊതുജനങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാൾക്കുള്ള ക്യാൻസർ ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പോൾ എപ്പോഴും നമ്മളൊരു കമ്പാരിസണാണ്. എൻ്റെ ഫ്രണ്ടിന് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പറിന് ഇന്ന ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, എനിക്ക് എന്താ ഇത് തരുന്നത്. അപ്പം ഈവൻ സെയിം സ്റ്റേജ് ആണെങ്കിൽ പോലും മോളിക്കുലർ ലെവലിൽ ക്യാൻസർ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള 2 സ്ത്രീകളെ എടുത്താൽ അത് സെയിം സ്റ്റേജ് ആണെങ്കിലും 2 പേരുടെയും ക്യാൻസർ ബയോളജി വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് എന്തുകൊണ്ട് ഒരാൾക്കത് കൊടുത്തു എന്നുള്ള ഒരു ചോദ്യം. നമ്മുടെ ക്യാൻസർ യുണീക്കാണ്. ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ആണ്. ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ടൈലർ ചെയ്യാണ്. അത് തന്നെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ എയർലി ഡിറ്റക്ഷൻ്റെ കാര്യം പറഞ്ഞു. എത്രയും നേരത്തെ, ഒരു ദിവസം മുൻപ് നമ്മൾ കണ്ടുപിടിച്ചാൽ അത്രയും ഭേദമാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിനൊക്കെ മുൻപ് എനിക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗമുണ്ടോ? അത് ചില ക്യാൻസറുകൾ ഹെറിഡിറ്ററി ആണ്. അപ്പം അതിന് ചില ജീൻസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ജീൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനും പ്രധാന എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസറാണ്. BRCA എന്ന് പറയുന്ന ജീൻസ് ഒരു ഫാമിലിയിൽ പല ആളുകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ BRCA ജീൻ ഉണ്ടോ അത് ടെസ്റ്റ് ചെയ്യും. അപ്പം BRCA ജീൻ ഉള്ളവർക്ക്
മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്കൊരു 60% ചാൻസ് ദാറ്റ് ദേ വിൽ ഗെറ്റ് ബ്രസ്റ്റ് ക്യാൻസർ. സോ അങ്ങനെയുള്ള ജീൻസ് ഡിറ്റക്റ്റ് ചെയ്താൽ നമുക്ക് ഇവരുടെ സാധ്യത എത്ര മാത്രമാണെന്ന് അസസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള എല്ലാ സ്ത്രീകളും എടുത്താൽ ഈ BRCA ജീൻ കൊണ്ട് ക്യാൻസർ വരുന്നവരുടെ ഓവറോൾ ഇൻസിഡൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഫാമിലിയിൽ ഒരു ക്ലസ്റ്റർ പോലെ പലർക്ക് അമ്മയ്ക്ക് വന്നു, സിസ്റ്റേഴ്സിന് വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഫാമിലിയിലുള്ള ക്യാൻസർ പേഷ്യൻസിന് ഈ ജീൻ ടെസ്റ്റിംഗ് നടത്തിയിട്ട് മറ്റ് അൺഅഫക്റ്റഡ് ആൾക്കാരെയും ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പം അവർക്ക് നമുക്ക് വേണ്ടത്ര ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റും. അപ്പം ഒരാൾക്ക് ആ BRCA ജീൻ ഉണ്ട്, പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരോട് നിങ്ങൾ ഏർലി ഏജ് മുതൽ മാമോഗ്രാം ചെയ്യണം. ചിലരൊക്കെ പ്രൊഫലാക്സിസ് ആയിട്ട് പ്രിവെൻറ്റീവായിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്രിവെൻഷൻ ആ രീതിയിൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ജീൻസ് ഉണ്ടോയെന്ന് ഡയഗ്നോസ് ചെയ്താൽ. അത് പക്ഷേ എല്ലാവരിലും അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ജീൻസിൻ്റെ സാധ്യത കുറവാണ്. അപ്പം ഹെറിഡിറ്ററി ആയിട്ട് ക്യാൻസർ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അതുപോലെ അമേരിക്കൻ ആരോഗ്യ മേഖലയിലെ ഒരു നല്ല കാര്യമായിട്ട് നമ്മൾക്ക് കാണുന്നതാണ് ഈ CDC, സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ. അതേ മാതൃകയിൽ കേരളത്തിൽ CDCകൾ സ്ഥാപിക്കുന്നതിനെ പറ്റി ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ കോൺസുലേറ്റിലെ കോൺസുൽ ജനറൽ ആരോഗ്യമന്ത്രിയെ കണ്ടപ്പോഴും അത്തരത്തിലൊരു ആശയം പറഞ്ഞത്. നമുക്കിവിടെ അങ്ങനെ ഒരു CDC എന്ന് പറയുന്ന ഒരു ആശയം പ്രായോഗികമാണോ? പ്രായോഗികമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നറിയാം. കാരണം നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ വിവിധ സംഘടനകളെക്കുറിച്ചൊന്നും എനിക്ക് അത്രയ്ക്ക് ഉള്ളൊരു അറിവില്ല. പക്ഷേ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ വിൽ ബി എ ഗ്രേറ്റ് ആസെറ്റ് നമ്മുടെ ഒരു സംസ്ഥാനത്തിന്. അത് പക്ഷേ നല്ല രീതിയിൽ റെഗുലേറ്റഡ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകണം. നമുക്ക് ക്യാൻസർ പോലെയുള്ള മറ്റു രോഗങ്ങളുടെ പ്രിവെൻഷനും അതുപോലെ ഏർലി ഡിറ്റക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ CDC വഴി മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യം ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്താൽ വളരെ സക്സസ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ, അത് ഈ പറയുന്നത് പോലെ പകർച്ചവ്യാധി ആണെങ്കിലും പുതിയതായി വരുന്ന ഒരു രോഗമാണെങ്കിലും ഒക്കെ ഈ പല സംവിധാനങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു സെൻറ്റേർഡായിട്ട് ഒരു കേന്ദ്രീകൃത സംവിധാനം എല്ലാ രോഗങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങളും എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കേരളം പോലെ ശരിയാണ്. അപ്പം നമുക്ക് ദാറ്റ് വിൽ ബി ദ ഗോ ടു പ്ലേസ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും അവസാന വാക്ക് ആ സെൻ്ററാണ് എന്നൊരു വിശ്വാസ്യത തോന്നുന്ന രീതിയിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിന് പറ്റിയ ഏബിളായിട്ടുള്ള ആളുകൾ വേണം, അതിന് വിശ്വാസ്യതയുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരെ ഒരു വിശ്വാസ്യതയുള്ള ആളുകളെ കൊണ്ട് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഭാവിയിലേക്ക്. കാരണം നമുക്ക് ഏത് അസുഖത്തിനാണെങ്കിലും CDCയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താൽ നന്നായിരുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് വരുവാണെങ്കിൽ. അതെ. ഇപ്പോൾ ഡോക്ടർ അമേരിക്കയിൽ പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഫിസിക്കലി തിരിച്ചു വന്നു, ഇവിടെ സേവനം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു അമേരിക്കൻ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ളവരുടെ മലയാളികളുടെ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാറുണ്ട്. എപ്പോഴും നമ്മൾ മറ്റൊരു രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ നിന്ന് ഫണ്ട് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷേ ആ ഫണ്ടിലുപരിയായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ബ്രെയിൻ, ആ ബ്രെയിനിൻ്റെ ഒരു സർവീസ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പല മേഖലകളിലും, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനാവില്ല. ഇപ്പം ഡോക്ടർ MV പിള്ള പോലെയുള്ളവർ, ഡോക്ടറിനെ പോലെയുള്ളവരൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പല സേവനങ്ങളും അല്ലെ പുതിയ അപ്ഡേഷൻസ് അറിയിക്കുക അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് സാധ്യമല്ലേ? തീർച്ചയായിട്ടും സാധ്യമാണ്. അപ്പം അതിന് മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ അവരെ കണ്ടുപിടിച്ച് ഇവിടെ നമുക്കൊരു റിക്വസ്റ്റ് ചെന്നെങ്കിലല്ലേ അവർക്ക് എന്താണ് ആവശ്യം എന്നറിയാൻ പറ്റുള്ളൂ. പലർക്കും നാടുമായിട്ടുള്ള കണക്ഷൻ കുറവായിരിക്കും. പക്ഷേ നാട്ടിലൊരു ആവശ്യം വന്നാൽ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകളുണ്ട്. ഫൈനാൻഷ്യൽ അല്ലാതെ അവരുടെ എക്സ്പെർട്ടീസ് നാട്ടിൽ കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ അത് ഏത് മേഖലയിലാണോ അങ്ങനെയുള്ള ആളുകളുടെ ആവശ്യമുള്ളത് ആ മേഖലയിലുള്ള ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്താൽ തീർച്ചയായിട്ടും സാധിക്കും. ഡോക്ടർ, ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഗവേഷണങ്ങൾ പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ചികിത്സാ ചെലവ് കൂടുന്നു, അത് ഏറ്റവും കൂടുതൽ മരുന്നുകൾക്കാണല്ലോ കൂടുന്നത്. അപ്പോൾ ഈ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ പറ്റുന്ന മരുന്നുകൾ, ആ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടപ്പുണ്ടോ? അതായത് ഈ ക്യാൻസർ ചികിത്സയ്ക്ക് കുറഞ്ഞ ചെലവിന് നമ്മൾ ഈ പറയുന്ന പാരാസെറ്റമോളും ഡോളോയൊക്കെ വാങ്ങിക്കുന്നത് പോലെ ചെലവ് കുറഞ്ഞ മരുന്നുകൾ കിട്ടാൻ ആ പ്രാപ്തിയിലേക്ക് നമ്മൾ പോകുന്ന തരത്തിലുള്ള ഗവേഷണങ്ങളുണ്ടോ ഇപ്പോൾ? ഗവേഷണങ്ങൾ നടക്കുന്നത് വർഷങ്ങൾ കൊണ്ടാണ്. അപ്പം ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഒരു മോളിക്യൂൾ വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്നതിന് മുൻപ് നിരവധി ഗവേഷണങ്ങൾ ആ മരുന്ന് കൊണ്ട് ചെയ്തെങ്കിലേ അതൊരു അപ്രൂവൽ
സ്റ്റേജിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് ചിലവാകുന്ന പണമാണ് അതിന് ഒരു മാർക്കപ്പ് ചെയ്യുന്നത്. പക്ഷേ അത് മാത്രമല്ല അതിൻ്റെ ഘടകം. അവർ സാധാരണ ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് അവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യമല്ല, അമേരിക്കയിലൊക്കെ നല്ല മരുന്നുകൾക്ക് വില കൂടാനുള്ള ഒരു പ്രധാന കാര്യം അഡ്വർടൈസ്മെൻ്റാണ്. ശരിക്കും ഈ മാധ്യമങ്ങളിലെ ടി വിയിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ മരുന്നുകളെക്കുറിച്ച്, എസ്പെഷ്യലി ക്യാൻസർ മരുന്നുകളെക്കുറിച്ച് അഡ്വർടൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ആർക്കും ഇന്ന മരുന്ന് വേണമെന്ന് പറഞ്ഞ് പോയി മേടിക്കാൻ പറ്റില്ല. പക്ഷേ ആ മരുന്നുകൾ പൊതുജനങ്ങളെ ഫെമിലറൈസ് ആക്കിയിട്ട് അവരത് ഡോക്ടർമാരോട് പോയി ചോദിച്ച് ഒരു രോഗത്തിന് 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ അവർ അഡ്വർടൈസ് ചെയ്യുന്ന മരുന്നിന് പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരസ്യങ്ങൾക്കൊക്കെ ചിലവാക്കുന്ന പൈസ കൂടെ നമുക്ക് ആ മരുന്നിൻ്റെ വിലയിൽ കുറയ്ക്കാൻ പറ്റും. അത് ആ ഒരു പരസ്യത്തിന് ചിലവ് കുറച്ചിട്ട് വിലയിൽ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റിയെന്ന് വരുമായിരിക്കും. പക്ഷേ ഗവേഷണത്തിന് ചിലവാകുന്ന തുകയാണ് ഈ മരുന്നിൻ്റെ വിലയായിട്ട് കൂടുതലും അവർ പറയുന്നത്. പിന്നെ അതിന് വില കുറയുന്നത് ഈ മോളിക്യൂൾസ് മറ്റ് കമ്പനികൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ വൺസ് അത് കണ്ടുപിടിച്ച് വരുന്ന സമയത്ത് വില കൂടുതലാണെങ്കിലും ഈ പേറ്റൻറ്റ് കുറേ വർഷങ്ങളിലേക്കുള്ളപ്പം വേറെ ആർക്കും അത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ദേ ക്യാൻ കീപ്പ് ഓൺ ബ്രാൻഡിങ് ഇറ്റ് ആസ് ദെയർ ഓൺ ബ്രാൻഡ്. സോ അതാണ് നമുക്കൊരു കാര്യത്തിന് ഒരു മരുന്ന് ഇഫക്റ്റീവ് ആണെന്ന് കണ്ടാൽ അത് എല്ലാ കമ്പനികൾക്കും ഉണ്ടാകാനുള്ള അനുമതി ഉണ്ടെങ്കിൽ മരുന്നുകളുടെ വില കുറയും. കാരണം കോമ്പറ്റീഷൻ ഉള്ളപ്പം വില കുറയുമല്ലോ. അപ്പോൾ അതാണ് ഗോയിങ് ഫോർവേഡ് ആഗോളതലത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. കാരണം നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡഡ് കമ്പനിയുടെ മരുന്ന് വേണമെന്നില്ല. ആ മോളിക്യൂൾ ആരുണ്ടാക്കിയാലും ഇഫക്റ്റീവ് ആണെങ്കിൽ അത് എല്ലാവർക്കും അവൈലബിൾ ആക്കുമല്ലോ. അങ്ങനെ ഒരു സംവിധാനം ഭാവിയിൽ വന്നെങ്കിലേ മരുന്നുകളുടെ വില തുടക്കത്തിൽ തന്നെ കുറയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ ഡ്രഗ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. വേറെ ഒന്ന് കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ അത് അണ്ടർഗോ ചെയ്യുന്ന പേഷ്യൻസ്, അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അവരനുഭവിക്കുന്ന പലതരത്തിലുള്ള വേദനകൾ, അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് വരാനുള്ള ഗവേഷണങ്ങളുണ്ടോ? ഈ പറയുന്ന കീമോ ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും രോഗിക്കുണ്ടാകുന്ന ഈ പാർശ്വഫലങ്ങൾ അത് കുറച്ചുകൊണ്ടുള്ള ചികിത്സകൾ ലഭ്യമാണ്. അത് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് കാര്യത്തിൽ. നമ്മളൊരു കഴിഞ്ഞ 30 വർഷത്തെ പ്രോഗ്രസ് നോക്കിയാൽ, പണ്ടൊക്കെ നമ്മൾ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ ആൾക്കാർ ഛർദിൽ, ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു പിക്ചറാണ്. പക്ഷേ അത് വളരെ കുറവാണിപ്പോൾ. കാരണം ഈ പാർശ്വഫലങ്ങൾക്ക് കുറയ്ക്കാനുള്ള മരുന്നുകളുടെ കാര്യത്തിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ തന്നെ കീമോതെറാപ്പി കൊടുക്കുന്നവർക്ക് അതിന് മുമ്പ് പ്രീ മെഡിസിൻ കൊടുക്കും. അപ്പം വളരെ കുറച്ച് ആൾക്കാർക്ക് ഛർദിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതായിട്ട് വരുന്നുള്ളൂ. ക്ഷീണം ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊരു ഓരോ മരുന്നുകൾക്കും വളരെ ഏറ്റക്കുറച്ചിലുണ്ടാകും ഈ ക്ഷീണത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ കുറേ ലക്ഷണങ്ങൾ രോഗത്തിൻ്റെ കൂടെ ആവും. ആളുകൾ സാധാരണ പറയുന്നുണ്ട് കീമോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, പക്ഷേ ആ രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കും കുറേ അവർ ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന രീതിയിൽ പറയുന്നത്. അപ്പം മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനുണ്ട്. അതുപോലെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുമല്ലോ, ബ്ലഡ് കൗണ്ട്സ് കുറയും. അപ്പോൾ അങ്ങനെ ബ്ലഡ് കൗണ്ട്സ് കുറയുമ്പോൾ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ബ്ലഡ് കൗണ്ട്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി വൈറ്റ് സെൽസ് കുറയുമ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വൈറ്റ് സെൽസ് കുറയുമ്പോൾ അത് കൂട്ടാനുള്ള ഇഞ്ചെക്ഷൻസ് ഒക്കെ, അതുമെല്ലാം കഴിഞ്ഞ ഒരു 2-3 ഡെക്കേഡ്സിനകം ഉണ്ടായ പുരോഗതികളാണ് അതൊക്കെ. അതുപോലെ തന്നെ ക്യാൻസറിനെ കുറിച്ച് കുറേ അബദ്ധ ധാരണകളുണ്ടല്ലോ. ലക്ഷ്മി തരു പോലെയുള്ള ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ VP ഗംഗാധരൻ്റെ പേരിൽ തന്നെ നാരങ്ങയുടെ ഒരു ഇത് വന്ന് അങ്ങനെ ഒരുപാട് മിത്തുകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ക്യാൻസർ അവബോധം എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള നോളജ്, അറിവ് എവിടെ നിന്നാണ് അവർ സ്വീകരിക്കേണ്ടത്? ഒരുപാട് ക്യാൻസറിനെ കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ അബദ്ധധാരണകളും കിട്ടും. അപ്പോൾ അത് നെല്ലേത് പതിരേതെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു കൺസ്യൂമറുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു രോഗത്തിന് ഇന്ന ചികിത്സ വേണം, അതിന് ഇന്ന പാർശ്വഫലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്ര എന്ന് പറയുമ്പോൾ അവർക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. ഇവിടെ വരുന്ന പല രോഗികളും, അമേരിക്കയിലാണെങ്കിലും അങ്ങനെ തന്നെ, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കീമോ അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്ക് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന അസുഖങ്ങളുള്ളവർ പോലും മറ്റ് ചികിത്സയുടെ പുറകെ പോയി അവസാനം കാര്യങ്ങൾ വേഴ്സായി കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ അടുത്ത് വരുന്ന അവസ്ഥകൾ ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മിത്തുകൾ പ്രചരിപ്പിക്കുന്നവരെന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവർക്ക് എന്താണ് അതുകൊണ്ട് കിട്ടുന്നതെന്ന് അറിയില്ല. കാരണം ഒരു രോഗത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ച്
അതിനെ വർഷങ്ങൾ ഗവേഷണം ചെയ്തിട്ടാണ് ഓരോ മരുന്നുകളും നമ്മൾ ഒരു രോഗത്തിന് അപ്രൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ് നമ്മൾ ഓങ്കോളജിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ വർഷങ്ങളുടെ ഗവേഷണത്തിൻ്റെ ഫലമാണ്. അതിൻ്റെ ബേസിസിലുണ്ടാകുന്ന ഗൈഡ് ലൈൻസാണ് ആഗോളതലത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പം അമേരിക്കയിലിരുന്ന് ഞാൻ കൊടുക്കുന്ന അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെയുള്ള ഡോക്ടർമാർ ഉപയോഗിക്കുന്നത്. സോ അതെല്ലാം വർഷങ്ങളുടെ റിസർച്ചിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഏത് പ്രോട്ടോക്കോളാണ്, ഏതൊക്കെ മരുന്നുകളുടെ കോമ്പിനേഷനാണ് ഒരു പർട്ടിക്കുലർ ക്യാൻസറിൽ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ സയൻറ്റിഫിക് ഗവേഷണങ്ങളൊന്നുമില്ലാതെ ഇന്ന മരുന്ന് കഴിച്ചാൽ ഇത് മാറും എന്നൊക്കെ മനുഷ്യരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അതിൻ്റെ പുറകെ പോയി സമയം കളഞ്ഞ് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് നമുക്കൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പക്ഷേ ശരിയായ വസ്തുതകൾ അറിയണമെങ്കിൽ അതും അവൈലബിൾ ആണ്. പേഷ്യൻസ് ഇൻഫർമേഷൻ പല രീതിയിൽ നെറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതുപോലെ തന്നെ അബദ്ധങ്ങളും അവൈലബിൾ ആണ്. ഡോക്ടർ ഒരു ഓങ്കോളജിസ്റ്റ് എന്നുള്ളതിലുപരിയായി പല സാമൂഹിക കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഡോക്ടർ കൂടെ ഭാഗമായിരുന്ന എംപാഷ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു സംവിധാനം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ പലപ്പോഴും ഒരു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇത്രയും സീരിയസ് ആയിരുന്നു ഇവർ തമ്മിലുള്ള വിഷയം എന്ന് നമ്മൾ അറിയുന്നത് ഒന്നുകിൽ അത് കോടതിയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊലപാതകമൊക്കെ സംഭവിക്കുമ്പോഴോ, അല്ലെങ്കിൽ അതിഭീകരമായ ഉപദ്രവങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഈ എംപാഷ ഗ്ലോബൽ പോലെ, അതായത് നമ്മൾ എമ്പതി മറ്റുള്ളവരോട് കാണിക്കുക, മറ്റുള്ളവരുടെ ബന്ധങ്ങളിൽ ആ എമ്പതിയോടുകൂടെ നമ്മൾ സിമ്പതി എന്ന് പറയുന്ന ലോവർ ലെവലിലുള്ള വികാരമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു, ഞാൻ വേണമെങ്കിൽ ഇടപെടാം എന്നുള്ളതല്ല. അപ്പോൾ ഈ എംപാഷ ഗ്ലോബൽ പോലൊരു സംവിധാനം കേരളത്തിൽ പ്രായോഗികമാണോ? എംപാഷ ഗ്ലോബൽ നമ്മൾ മെയിനായിട്ടും ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് തുടങ്ങിയത്. അതിനൊരു ട്രിഗറായ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു യങ് വുമൺ വാസ് മർഡേഡ് ബൈ ഹർ ഹസ്ബൻഡ്. ആ ഒരു വളരെ ദുഃഖകരമായ വസ്തുതയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവരുടെ വീട്ടിലുണ്ടായിരുന്നതായിട്ട് വീട്ടുകാർക്കോ അല്ലെങ്കിൽ അടുത്തറിയുന്നവർക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ വർക്കേഴ്സിനെയും സൈക്കോളജിസ്റ്റുകളെയും സൈക്യാട്രിസ്റ്റുകളെയും എല്ലാം കൂടെ കൂട്ടി ഒരു സംഘടന ഉണ്ടാക്കിയത്. അപ്പോൾ അവരുടെ ഒരു നെറ്റ്വർക്കുണ്ട്. അപ്പോൾ ആ നെറ്റ്വർക്കിൽ നമുക്ക് ഏതെങ്കിലും ഏരിയയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു നെറ്റ്വർക്കാണ്. അപ്പം അതുകൂടാതെ ഞങ്ങൾ കുറേ സെമിനാറുകൾ നടത്തി. ആ സമയത്ത് കോവിഡ് ടൈം ആയിരുന്നുകൊണ്ട് സൂമിൽ കുറേ സെമിനാറുകൾ നടത്തി. ഇവിടെ കേരളത്തിൽ നിന്നുള്ള വളരെ പ്രമുഖരായ ആളുകളൊക്കെ സംസാരിച്ചായിരുന്നു ഇവിടെ. അപ്പം ബോധവൽക്കരണമാണ് ഒന്ന്. മറ്റൊന്ന് അവൈലബിലിറ്റി, നമുക്ക് തെറപ്പിയോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ കൊടുക്കാൻ കഴിവുള്ള ആൾക്കാർ എവിടെ ഉണ്ടെന്നൊരു നെറ്റ്വർക്ക് ചെയ്തു വെച്ചാൽ ഇങ്ങനെ ആവശ്യമുള്ളവർക്ക്, ഇപ്പോൾ ആർക്കെങ്കിലും അവരുടെ അടുത്തുള്ള ഒരു ഫാമിലിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവരെ ആരെ കാണണമെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇങ്ങനെയുള്ള ഒരു സംഘടന കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരു നെറ്റ്വർക്കിംഗ് ഓഫ് പ്രൊഫഷണൽസ്. അപ്പം അതാണ് അങ്ങനെ ഈ ഒരു ലക്ഷ്യത്തോടുകൂടി അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് തുടങ്ങിയാൽ ഇങ്ങനെ ഒരു ഹെൽപ്പ് ആവശ്യം വരുന്നവർക്ക് അത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും മുൻപോട്ട് വരാറില്ല എന്നുള്ളതാണ്. അപ്പം ഫാമിലിയിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം കുടുംബത്തിലുണ്ടെങ്കിൽ അതവിടെ അടച്ചു വെക്കാനാണ് പലർക്കും താല്പര്യം. പക്ഷേ അതിനാണ് ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നത്. ഡോക്ടറിൻ്റെ മാതാപിതാക്കൾ അധ്യാപകരാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതുപോലെ വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളതിനൊക്കെ പ്രോത്സാഹനം തരാനും ഞാൻ കേട്ടിട്ടുണ്ട്. ഫാദർ ഷേക്സ്പിയറിൻ്റെ കൃതികളൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ അമ്മയും അധ്യാപികയായിരുന്നു. അധ്യാപകരായ മാതാപിതാക്കളുടെ മക്കൾക്ക് മാത്രമായി കിട്ടുന്ന ചില അസുലഭമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ വാല്യൂസ് എന്തൊക്കെയാണ്? അവരിൽ നിന്ന് കിട്ടിയ പ്രധാന വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു വിദ്യാഭ്യാസത്തിന് അവർ വളരെ പ്രാധാന്യം നൽകിയിരുന്നു. അപ്പം ചെറുപ്പം മുതലേ പഠിച്ച് ഒന്നാമതാവണം എന്നുള്ള ഒരു ആരും പഠിച്ചേൽപ്പിക്കാതെ തന്നെ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. പിന്നെ അവരുടെ ഒരുപാട് ജീവിതത്തിൽ നല്ല സ്വഭാവങ്ങൾ അവരുടെ ഒരു മാതൃകയായിരുന്നു. കാരണം മറ്റുള്ളവരോടുള്ള സ്നേഹം, മറ്റുള്ളവർക്ക് ഉള്ള കരുതൽ, മനുഷ്യരെ ഒരുപോലെ കാണാനുള്ള ഒരു കഴിവ്, പിന്നെ ആരോടും അസൂയയില്ല, നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുക, അങ്ങനെയുള്ള കുറേ പ്രിൻസിപ്പിൾസ് അവർ രണ്ടുപേരും അവരുടെ ജീവിതത്തിലും കീപ്പ് ചെയ്തിരുന്നു. അത് നമ്മളോടും പറയാതെ തന്നെ ഞങ്ങൾ 4 പേരോടും അത് കാണിച്ചു തരികയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോർ ബിലീഫ്സ്, അല്ലെ ഒരു കോർ പ്രിൻസിപ്പിൾസ് ഉള്ള ഒരു ജീവിതം മക്കൾക്ക് 4 പേർക്കും ഉണ്ടായിട്ടുണ്ട്. അത് അവർ നമ്മളെ ഫോഴ്സ് ചെയ്തതല്ല, അവരങ്ങനെ ജീവിച്ച് കാണിച്ചു. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് തന്നെ ആയി എന്നുള്ളതാണ്. ഡോക്ടർ, ഇതിനൊക്കെ ഉപരിയായിട്ട് എഴുത്തിനും സമയം കണ്ടെത്താറുണ്ടല്ലോ. അപ്പോൾ എഴുത്തിനെ കുറിച്ച് ഞങ്ങൾ അമേരിക്കയിൽ ഒരു ജനനി എന്ന പേരിൽ ഒരു മലയാളം മാസിക നടത്തുന്നുണ്ടായിരുന്നു. ഒരു 21 വർഷത്തോളം അതിൻ്റെ പ്രിൻ്റ്
എഡിഷൻ തന്നെ നമ്മൾ നടത്തി. അതിന് പ്രധാന കാരണം അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മലയാളം വായനയോടുള്ള ഒരു ആഭിമുഖ്യം കൂടി. കാരണം നമ്മളൊരു കാര്യം മിസ് ചെയ്യുമ്പോഴാണല്ലോ അതിനോട് കൂടുതൽ ആഭിമുഖ്യം തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്തൊക്കെ ഒരു മലയാളത്തിലൊരു കടലാസ് പോലും വായിക്കാൻ അവിടെ കിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാസികകളും പത്രങ്ങളും കൂടുതലായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഷയ്ക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്താണ് മാസിക തുടങ്ങുന്നത്. അവിടെ സമാന മനസ്കരായിട്ടുള്ള 2-3 പേര് കൂടി, രണ്ട് പേരുടെ കൂടി ഞങ്ങൾ 3 പേര് കൂടിയാണ് ഈ മാസിക തുടങ്ങിയത്. അപ്പോൾ കേരളത്തിലെയും അവിടെയുമുള്ള സാഹിത്യകാരന്മാരുടെ രചനകൾ ഈ ജനനി മാസികയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാസിക നടത്തിയതുകൊണ്ട് നമുക്ക് സാഹിത്യകാരന്മാരോടും സാമൂഹിക പ്രവർത്തകരോടുമൊക്കെയുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഡോക്ടർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇനി കുറേ നാളിവിടെ ഉണ്ടാകും, ഇടയ്ക്കൊക്കെയാണ് തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, സാധാരണക്കാരായ രോഗികൾ പലപ്പോഴും പോകുന്നത് സർക്കാർ സംവിധാനങ്ങളിലേക്കാണ്. അപ്പോൾ സർക്കാർ ഒരു ആരോഗ്യ നയം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഡോക്ടറിൻ്റെ ഒരു വൈദഗ്ധ്യം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരു മുന്നിട്ടിറങ്ങാൻ ഡോക്ടറിന് ആ ഒരു താല്പര്യവും ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഒരാൾ വിചാരിച്ചാൽ നമുക്ക് ഞാൻ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് രോഗികളെ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 2-3 വർഷം കൊണ്ട് കാണാൻ പറ്റും. പക്ഷെ നമ്മളൊരു നയം ഉണ്ടാക്കി നമ്മളൊരു പോളിസി ഉണ്ടാക്കിയാൽ അത് സഹായിക്കാൻ പോകുന്നത് ആയിരങ്ങളെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിനോളം അനുഗ്രഹം വേറൊന്നും കാണില്ല. കാരണം നമ്മുടെ നാടിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം സഫലീകരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വലിയ കാര്യത്തിലൂടെയായിരിക്കും. അല്ലാതെ നമ്മൾ ഒരു ദിവസം കാണുന്ന രോഗികൾക്ക് മാത്രമായിട്ട് നമ്മളുടെ പ്രവർത്തന പരിധി ഒതുക്കാതെ ഒരു വലിയ പ്രോഗ്രാമിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. അതെ. അപ്പോൾ നമ്മളെല്ലാ ഗസ്റ്റുകളോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ ഡോക്ടർ സാറാ യേശു എങ്ങനെയാണ് സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്? സക്സസ് എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് മാക്സിമം 100% ആത്മാർത്ഥത പുലർത്താൻ കഴിയുക, കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ്, അതാണ് സക്സസിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ ഒരു ഔട്ട്കം അല്ല. ഔട്ട്കമിനേക്കാളും കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ്. എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചൊരു തത്വമുണ്ട് എപ്പോഴും. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറഞ്ഞത് കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, കർമ്മം ചെയ്യുക. ആ കർമ്മത്തിൽ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പറ്റുന്ന ആളുകൾക്കാണ് സക്സസ് ഉണ്ടാകുന്നത്. എന്തായാലും കേരളത്തിലെ സാധാരണക്കാരായ രോഗികൾക്ക് കൂടെ നല്ല ചികിത്സാ സംവിധാനങ്ങൾ ലഭിക്കത്തക്ക വിധത്തിൽ ഒരു നല്ല ആരോഗ്യ നയം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഡോക്ടറിൻ്റെ സജീവ സാന്നിധ്യം കുറേ നാൾ ഉണ്ടാവട്ടെ. അതിന് നമ്മുടെ സർക്കാരിനോടുമൊക്കെ ഒത്തുചേർന്ന് ഡോക്ടറിൻ്റെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്താനാകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.